നാരായണ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശ മനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 80-ാം അധ്യായം കുചേലോപാഖ്യാനം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 34-ാം ശ്ലോകം വരെ പറഞ്ഞു. തുടർന്ന് കാണണം. നമുക്ക് 27 മുതൽക്ക് വായിക്കാം. 27-ാം ശ്ലോകം മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ അശീതിതമോധ്യായഃ. ശ്രീശുക ഉവാച. 27 കേട്ടോ. കഥയാൻ ചക്രദുർഗാദാഃ പൂർവാ ഗുരുകുലേ സതോഃ ആത്മനോർലളിതാരാജൻ കരൗ ഗൃഹ്യ പരസ്പരം. ശ്രീഭഗവാനുവാച. അപി ബ്രഹ്മൻ ഗുരുകുലാത് ഭവതാ ലബ്ധദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീ നവ. പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമവിഹതം തഥാ നൈവാദി പ്രീയസേ വിദ്വൻ ധനേഷു വിദിതം ഹി മേ. കേചിത് കുർവന്തി കർമാണി കാമൈരഹത ചേതസഃ ത്യജന്തഃ പ്രകൃതിർദൈവീഃ യദാഹം ലോകസംഗ്രഹം. കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗ യതഃ ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസഃ പാരമസ്നുതേ. സ വൈ സത്കർമ്മണാം സാക്ഷാദ് ദ്വിജാദേരിഹ സംഭവഃ ആദ്യോംഗ യത്രാശ്രമിണാം യദാഹം ജ്ഞാനദോ ഗുരുഃ. നന്വർത്തകോവിദാ ബ്രഹ്മൻ വർണ്ണാശ്രമ വദാമിഹ യേ മയാ ഗുരുണാ വാചാ തരന്ത്യഞ്ജോ ഭവാർണവം. നാഹമിജ്യാ പ്രജാദിഭ്യാം തപസോപശമേന വാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യദാ. അഭിനസ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരൗ ഗുരുതാരൈശ്ചോദിതാനാം ഇന്ധനാനയനേ ക്വചിത്. പ്രവിഷ്ടാനാം മഹാരണ്യം അപർത്തൗ സുമഹദ്വിജ വാതവർഷമഭൂത് തീവ്രം നിഷ്ഠുരാസ്തനയിത്നവഃ. സൂര്യശ്ചാസ്തം ഗതസ്താവത് തമസാ ജാവൃതാ ദിശഃ നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന. വയം വൃശം തത്ര മഹാനിലാംബുഭിഃ നിഹന്യമാനാ മുഹുരംബുസംപ്ലവേ ദിശോ വിദന്തോത പരസ്പരം വനേ ഗൃഹീതഹസ്താഃ പരിബഭ്രിമാതുരാഃ. ഏതദ്വിദിത്വാ ഉദിതേ രവൗ സാന്ദീപ നിർഗുരുഃ അന്വേഷമാണോ നഃ ശിഷ്യാൻ ആചാര്യോ അപശ്യദാതുരാൻ. അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേതി ദുഃഖിതാഃ ആത്മാ വൈ പ്രാണിനാം പ്രേഷ്ടഃ തമനാധൃത്യ മത്പരാഃ. ഏതദേവ ഹി തശിഷ്യൈഃ കർത്തവ്യം ഗുരുനിഷ്കൃതം യദ്വൈ വിശുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരൗ. തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠാഃ സത്യാ സന്തു മനോരഗാഃ
ഛന്ദാംസി അയാതയാമാനി ഭവന്വിഹ പരത്ര ച ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേ സ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണഃ പ്രശാന്തയേ. ബ്രാഹ്മണ ഉവാച കിമസ്മാഭിർ അനിർവൃത്തം ദേവദേവ ജഗദ്ഗുരു ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരൗ അഭൂത് യസ്യ ഛന്ദോമയം ബ്രഹ്മ ദേഹ ആവപനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോത്യന്ത വിഡംബനം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീരാമചരിതേ അശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. അപ്പോൾ കുചേലനെ ഭഗവാൻ സ്വീകരിച്ചതും സൽക്കരിച്ചതും അത് കണ്ട് അന്തഃപുരവാസികൾ ആശ്ചര്യഭരിതരായതും എല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം ഭഗവാൻ കുചേലനെ കൈപിടിച്ചുകൊണ്ട് കരൗഗൃഹ്യ പരസ്പരം കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മനോഹോ ഗുരുകുലേ സതോഹോ, രണ്ടുപേരും ഗുരുകുലത്തിലായിരുന്ന കാലത്തെ പൂർവാഹ ഗാഥാഹ കഥയാൻ ചക്രതുഹു, പൂർവഗാഥകളെ പരസ്പരം കഥനം ചെയ്തു, പരസ്പരം പറഞ്ഞു. ഭഗവാൻ ആദ്യം കുശലപ്രശ്നം ചെയ്യുകയാണ് ഉണ്ടായത്. അല്ലയോ ബ്രാഹ്മണോത്തമ, അങ്ങ് ദക്ഷിണ സമർപ്പിക്കപ്പെട്ട ഗുരുകുലത്തിൽ നിന്ന് സമാവർത്തനം ചെയ്ത് വിവാഹം ചെയ്തുവോ ഇല്ലയോ? അങ്ങേക്ക് സദൃശിയായൊരു ഭാര്യയെ അങ്ങേക്ക് ലഭിച്ചുവോ? അങ്ങയുടെ മനസ്സ് അകാമവിഹതമാണ്, കാമത്താൽ വിഹനിക്കപ്പെട്ടതല്ല. കാമവിഹതം കാമത്താൽ വിഹനിക്കപ്പെട്ടത്, അകാമവിഹിതം ന കാമവിഹിതം, കാമത്താൽ ബാധിക്കപ്പെടാത്തത് അകാമഹതനാണ്. അപ്പൊ അങ്ങയുടെ മനസ്സ് ഗൃഹകാര്യങ്ങളിലോ ഭാര്യാമക്കളോ അങ്ങനെയുള്ള വിഷയങ്ങളിലോ ഒന്നും രമിക്കുന്നതല്ല, അതിപ്രീതിയുള്ളതല്ല. അങ്ങേക്ക് ധനത്തിലും താല്പര്യമില്ല എന്ന് വിദിതം ഹിമേ, ഐ നോ വെരി വെൽ. അങ്ങയുടെ സ്വഭാവം എന്താണെന്ന് എന്നാൽ അറിയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും കാമത്താൽ അഹതചേതസന്മാർ എന്ന് പറഞ്ഞാൽ കാമത്താൽ ബാധിക്കപ്പെടാതിരിക്കുന്ന സജ്ജനങ്ങളും ആ പ്രകൃതി ദൈവീ ത്യജന്ത, ആ മായയെ ജയിച്ചുകൊണ്ട് കർമാണി കുറുവന്തി, കർമ്മങ്ങളെ ചെയ്യുന്നു. യഥാ അഹം ലോകസംഗ്രഹം, എങ്ങനെയാണോ ഞാൻ ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതുപോലെ മായയാൽ ബാധിക്കപ്പെടാത്തവരായിട്ട് പല ജ്ഞാനികളും ഗൃഹസ്ഥാശ്രമം പ്രവൃത്തി ധർമ്മമെല്ലാം അനുഷ്ഠിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ കുശല പ്രശ്നം ചെയ്തു. അതിനുശേഷം അങ്ങ് നമ്മൾ ഗുരുകുലത്തിൽ വസിച്ച കാര്യമെല്ലാം ഓർമ്മിക്കുന്നുണ്ടോ? ഏതൊരു ഗുരുകുലത്തിൽ നിന്നാണോ ഒരു സംസ്കാരമുള്ള ഒരു മനുഷ്യൻ, ദ്വിജൻ, വിജ്ഞേയം വിജ്ഞായ, അറിയേണ്ടതിനെ അറിഞ്ഞ് തമസിന്റെ പാരത്തെ പ്രാപിക്കുന്നത്, സംസാര സാഗരത്തെ മറുകര കടക്കുന്നത്, ദ്വിജാതിയുടെ എന്താ പറഞ്ഞ, ആരാണോ നമുക്ക് സംഭവമായിരിക്കുന്നത് അവനാണ് ആദ്യനായ ഗുരു. മറ്റൊരാൾ സത്കർമ്മങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നു, അദ്ദേഹം രണ്ടാമത്തെ ഗുരുവാണ്. മൂന്നാമത്തെ ഗുരുവാണ്
ആത്മജ്ഞാനം നൽകുന്ന ജ്ഞാനദോ ഗുരു യഥാ അഹം. ഈശ്വര തുല്യനായിരിക്കുന്ന ഗുരുവാണ് ആത്മജ്ഞാനം നൽകുന്നത്. ഇങ്ങനെ ഗുരുക്കന്മാരെ മൂന്നായി തിരിക്കാം. അപ്പം അതിൽ ഏറ്റവും പരമമായി ശ്രദ്ധിക്കേണ്ടത് ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് അർത്ഥകോവിദാഹ വർണ്ണാശ്രമവതാം അർത്ഥകോവിദ. വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ അതിൻ്റെ പ്രയോജനം നല്ലതുപോലെ അറിഞ്ഞ് അത് നേടണമെന്ന് സാമർഥ്യമുള്ളവർ അർത്ഥകോവിദന്മാർ എന്തു ചെയ്യുന്നു? ഗുരുവായ എന്നിൽ നിന്ന് അല്ലെങ്കിൽ എന്നാൽ അവരുടെ ഗുരുവിനെ ഈശ്വരനായി തന്നെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഗുരുവും ഞാനും തമ്മിൽ ഭേദമില്ല എന്നറിഞ്ഞുകൊണ്ട് അഞ്ചോ ഭവാർണവം തരന്തി, എളുപ്പത്തിൽ ആ സംസാരസാഗരത്തെ തരണം ചെയ്യുന്നു. അപ്പോൾ സംസാരസാഗരത്തെ തരണം ചെയ്യലാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം. വിവേകികൾ എന്ന് പറയുന്നവർ ചെയ്യേണ്ടത് ഈ ഒരു സംസാരസാഗരത്തെ തരണം ചെയ്യലാണ്. അതിനുള്ള വഴി ജ്ഞാനതനായ ഗുരുവിനെ ആശ്രയിക്കലാണ്. ഇനി ഞാൻ ഗുരുശുശ്രൂഷ കൊണ്ട് സന്തോഷിക്കുന്നത് പോലെ യാഗങ്ങൾ കൊണ്ടോ യജ്ഞങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ കുലത്തിൽ ജനിച്ചതുകൊണ്ടോ തപസ്സുകൊണ്ടോ ഉപശമം കൊണ്ടോ ഒന്നും പ്രസാദിക്കുന്നില്ല. അപ്പം എന്നെ പ്രസാദിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി ഗുരു ശുശ്രൂഷയാണ്. കാരണം നിങ്ങൾ എത്ര തപസ്സുകൾ ചെയ്യുന്നു, എത്ര നാമങ്ങൾ ജപിക്കുന്നു, എത്ര ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുന്നു, എന്തെല്ലാം ഉപവാസങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നു, ഏതെല്ലാം സത്കർമ്മങ്ങൾ ചെയ്യുന്നു, അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ബലമാണ് ഒരു ഗുരുവിൽ നിന്ന് കുറച്ചു നേരം നിങ്ങളെ ഗുരുവിനെ ശ്രവിച്ചു കൊണ്ടിരുന്നാൽ ലഭിക്കുന്നത്. ഒരു ഗുരുവുമായിട്ടുള്ള ചെലവഴിക്കുന്നതായിട്ടുള്ള സമയം, സത്സംഗം, അതിൻ്റെ ഇഫക്റ്റ്, അത് നൽകുന്ന ശുദ്ധി, അത് നൽകുന്ന ഊർജം, അത് നൽകുന്ന ജ്ഞാനം, അത് വേറെ ഒരു തപസ് കൊണ്ടും ഒരു ഉപാസനാ മാർഗങ്ങളെ കൊണ്ടും ലഭിക്കുന്നതല്ല. അപ്പോൾ അതാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ ആ ഗുരുവിൻ്റെ സ്ഥാനം ഏറ്റവും മുകളിലാണ്. ഗുരു ശുശ്രൂഷയാണ് ഈശ്വര ആരാധനകളിൽ വെച്ച് ഏറ്റവും വലിയ പൂജ. നിങ്ങൾ 100 ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഒരു ഗുരുവിൽ നിന്ന് കുറച്ചു നേരം ശ്രവണം ചെയ്താൽ മതി. നിങ്ങൾ 100 ക്ഷേത്ര ദർശനം ചെയ്യുന്നതിനേക്കാൾ അല്പനേരം ഒരു ഗുരുവിൻ്റെ സവിധത്തിലിരുന്നാൽ മതി. നിങ്ങൾ എത്രയോ തീർത്ഥാടനം ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ മാലിന്യങ്ങളെ കഴുകിക്കളയാൻ ഗുരുവിന് നിമിഷ നേരം കൊണ്ട് സാധിക്കും. ഇങ്ങനെ എല്ലാറ്റിൻ്റെയും എത്രയോ ഇരട്ടി ഫലമാണ് ഗുരു ശുശ്രൂഷ എന്നുള്ളത് അറിയുക, അറിഞ്ഞ് അതിനുവേണ്ടി ശ്രമിക്കുക. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. അപ്പോൾ ഭഗവാൻ ഗുരു ശുശ്രൂഷയുടെ മാഹാത്മ്യം പറഞ്ഞു. ഇനി ഗുരുകുലത്തിൽ വസിക്കുന്ന കാലത്തുണ്ടായ ആ ഒരു സംഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ആ സംഭവത്തെ വർണ്ണിക്കുകയാണ്. അതിലും അവസാനം എന്താ കിട്ടിയത്? ഗുരുവിൻ്റെ അനുഗ്രഹം. ആ ഗുരുവിനെ ശുശ്രൂഷിച്ച ഓർമ്മ പുതുക്കിയതാണ്. ഗുരുവിന് വേണ്ടി അല്ലെങ്കിൽ ഗുരുവിൻ്റെ പത്നി പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒരു ചെറിയ കാര്യം ചെയ്തു, അതിന് ആ ഗുരു നമ്മളെ എത്ര വലുതായിട്ടാണ് അനുഗ്രഹിച്ചത് എന്നതാണ് ഇവിടെ പറയാനിരിക്കുന്നത്. അഭിനസ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരൗ ഗുരുധാരൈശ്ചോദിതാനാം ഇന്ധനാനയനേ ക്വചിത്. അഭിനസ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരൗ ഗുരുധാരൈശ്ചോദിതാനാം ഇന്ധനാനയനേ ക്വചിത്. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ബ്രഹ്മജ്ഞാനിയായ കുചേല, ഭഗവാൻ കുചേല എന്ന് വിളിച്ചിട്ടില്ല കേട്ടോ, സുധാമാവേ, ഗുരൗ നിവസതാം
ഗുരുതാരൈഹി ചോദിതാനാം നഹ ക്വചിത് ഇന്ധനാനയനേ വൃത്തം സ്മര്യതേ അപി. വൃത്തം സ്മര്യതേ അപി, ആ വൃത്താന്തം സ്മരിക്കുന്നുണ്ടോ എന്നാണ്. അപി എന്നുള്ളത് എന്താ ഒരു പ്രയോഗമുണ്ടല്ലോ, അതിന് തുല്യമായിട്ടുള്ളതാണ്. ക്വചിത് എന്ന് പറയുമ്പോൾ ഒരു പ്രയോഗമുണ്ട്. ഓർമ്മയില്ല. അപ്പം എന്തായാലും വൃത്തം സ്മര്യതേ അപി, ആ വൃത്താന്തം ഓർമ്മയുണ്ടോ ആവോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് ആ വൃത്തം? ഗുരൗ നിവസതാം, നമ്മൾ രണ്ടുപേരും ഗുരുകുലത്തിൽ വസിക്കുന്നതായിട്ടുള്ള സമയത്ത് ഗുരുദാരൈഹി ചോദിതാനാം, ആ ഗുരുവിന്റെ ദാരങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ട്, ചോദിക്കപ്പെട്ടവരായിട്ട്, ചോദിക്കുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നർത്ഥം തന്നെയാണ്, അയക്കപ്പെടുക. അപ്പൊ ഗുരുദാരങ്ങളാൽ, ഗുരുവിന്റെ പത്നിയാൽ പ്രേരിതരായിട്ട് നഹ ക്വചിത്, നമ്മൾ രണ്ടുപേരുടെയും ഒരു ദിവസം ഉണ്ടായില്ലേ, ഒരിക്കൽ ഉണ്ടായില്ലേ, ഇന്ധനാനയനേ വൃത്തം, ഇന്ധനം ആനയിക്കുന്ന കാര്യത്തിലുണ്ടായ വൃത്തം. ഇന്ധനം വിറക്, അപ്പൊ വിറക് കൊണ്ടുവരാനായി കൊണ്ടുപോയപ്പോൾ ഉണ്ടായ വർത്തമാനം ഓർമ്മയുണ്ടോ? സ്മര്യതേ അപി. അപ്പോ ഗുരുകുലത്തിൽ വസിക്കുന്ന സമയത്ത് ആ ഗുരു തന്നെയാണ് മാതാവും പിതാവും, ഗുരുപത്നിയും മാതാവ് തന്നെയാണ്. ത്വമേവ മാതാച്ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ എന്നാണ് ഗുരുവിനെ നമസ്കരിക്കുന്നത്. ഗുരുഗീതയിലുള്ള വാക്കുകളാണ് ഇത്. സാക്ഷാൽ മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിച്ച ഗുരുഗീതയിൽ വരുന്ന വരികളാണ്. ത്വമേവ മാതാച പിതാ ത്വമേവ, അങ്ങ് തന്നെയാകുന്നു എൻ്റെ മാതാവും എൻ്റെ പിതാവും. ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് എൻ്റെ കാണപ്പെട്ട എല്ലാം അങ്ങ് തന്നെയാണ്. ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, അങ്ങ് തന്നെയാണ് എൻ്റെ ബന്ധു, എൻ്റെ വെൽവിഷർ, എൻ്റെ പ്രൊട്ടക്ടർ, എൻ്റെ കൂട്ടുകാരൻ എല്ലാം. ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ, അങ്ങ് തന്നെയാണ് വിദ്യയും ധനവും എല്ലാം. ത്വമേവ സർവം മമ ദേവദേവ, ദേവദേവനായ ഗുരുദേവ അങ്ങ് തന്നെയാണ് എനിക്കെല്ലാം, എൻ്റെ സർവസ്വവും അങ്ങ് തന്നെയാണ് എന്ന് പ്രാർത്ഥിക്കുന്ന. അപ്പോൾ അവിടെ ഗുരു പിതാവിൻ്റെ സ്ഥാനവും മാതാവിൻ്റെ സ്ഥാനവും എല്ലാം ഉണ്ട്. ഗുരുപത്നിയും ഭേദഭാവന കൂടാതെ ആ മാതൃഭാവത്തിൽ തന്നെ കാണുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഗുരുപത്നി ആ ഗൃഹത്തിൽ അന്ന് വൈകുന്നേരം വിറകില്ല, നാളേക്ക് വേണ്ട ഇന്ധനമില്ല. ഇന്ധനമില്ലെങ്കിൽ അടുപ്പത്ത് ഒന്നും ഇതാകാൻ പറ്റില്ല, പാചകം ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരുകുലത്തിൽ വേറെയും ആളുകളുണ്ടാവും, മറ്റ് ഗുരുവിൻ്റെ ശിഷ്യന്മാരുണ്ടാവും, ഗുരുവുണ്ട്, ഗുരുവിൻ്റെ മക്കളുണ്ടെങ്കിൽ അവരുണ്ട്. ഈ ഗുരുകുലത്തിൽ പിന്നെ മക്കളില്ല, ആകെ ഉണ്ടായിരുന്ന ആള് മരിച്ചു പോയിരുന്നു. അപ്പം അങ്ങനെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യാനുള്ളതും അതുപോലെ ഹോമാദി കാര്യങ്ങൾക്കുള്ളതും ഒക്കെ ആയിട്ടുള്ള ഇന്ധനം ആവശ്യമുണ്ട്. അത് അന്ന് തീർന്നിരുന്നു. ആ അമ്മ സാന്ദീപനി മഹർഷിയുടെ പത്നി കുട്ടികളെ വിളിച്ച് സുധാമാവിനെയും കൃഷ്ണനെയും വിളിച്ചു പറഞ്ഞു, മക്കളെ നാളേക്ക് തീരെ വിറകില്ല, നിങ്ങൾ സാധാരണ കൊണ്ടുവരുന്നത് പോലെ കാട്ടിൽ ചെന്ന് കുറച്ച് വിറക് കൊണ്ടുവരുമോ എന്ന് ആവശ്യപ്പെട്ടു. കുട്ടികൾ ഉത്സാഹത്തോടുകൂടി ഇതാ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്നു, രണ്ടുപേരും കൂടിയിട്ട്. ആ സന്ദർഭത്തെയാണ് ഇവിടെ സ്മരിക്കുന്നത്. അപ്പോൾ എന്താ അതിനുശേഷം ഉണ്ടായത്? ആ വൃത്തം വിശദീകരിക്കുകയാണ് ഭഗവാൻ. പ്രവിഷ്ടാനാം മഹാരണ്യം അപർത്തൗ സുമഹദ്വിജ വാദവർഷമഭൂതീവ്രം നിഷ്ഠുരാസ്തനയിത്നവഃ. പ്രവിഷ്ടാനാം മഹാരണ്യം അപർത്തൗ സുമഹദ്വിജ
വാതവർഷമഭൂത് തീവ്രം നിഷ്ഠുരാസ്തനയിത്നവഃ. മഹാരണ്യം പ്രവിഷ്ടാനാം, നമ്മൾ രണ്ടുപേരും മഹാരണ്യത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ സമീപത്തുള്ള ഒരു വനത്തിലേക്ക് പ്രവേശിച്ചു, വിറക് പെറുക്കാനായിക്കൊണ്ട്. ആ സമയത്ത് ഹേ ദ്വിജ ബ്രാഹ്മണ കുചേല, ഓർമ്മയുണ്ടോ? അപർത്തൗ സുമഹത് തീവ്രം വാതവർഷം അഭൂത് നിഷ്ഠുരാഹ സ്തനയിത്നവഃ അഭൂത്. അപ്പൊ അപർത്തൗ, അപർത്തൗ എന്ന് പറഞ്ഞാൽ അപ ഋതുവിൽ, ഋതു ശബ്ദത്തോട് അപ ഉപസർഗം ചേരുമ്പോഴാണ് അപഋതു സന്ധി വന്ന് അപർത്തു ആയി മാറും. അപ പ്ലസ് ഋതു, ഋതു എന്ന് പറഞ്ഞാൽ സീസൺ. ഏത് സീസൺ? മഴക്കാലം അല്ല എന്ന് പറയണത്. ഋതുവിൽ മഴ പെയ്യുന്നത് ഉത്തമം. വർഷ ഋതുവായിരുന്നുവെങ്കിൽ, അപ്പോൾ മഴ പെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെ ഒന്നും പറയാൻ നിവൃത്തിയില്ല. ഇത് മഴയല്ലാത്ത ഋതുവിൽ, വർഷ ഋതു അല്ലാത്തപ്പോൾ, അപഋതുവിൽ, ഋതു അല്ലാത്ത കാലത്ത്, അകാലത്ത് സുമഹത് തീവ്രം വാതവർഷം, അതിഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായി. അഭൂത്. മാത്രമല്ല അതിൻ്റെ ഒപ്പം നിഷ്ഠുരാഹ സ്തനയിത്നവഃ. സ്തനയിത്നു എന്ന് പറഞ്ഞാൽ മിന്നൽ, ഇടി. അപ്പൊ ഇടിമിന്നല് നിഷ്ഠുരങ്ങളായിട്ട് അതിഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇപ്പൊ ഭയങ്കരമായ ഇടിവെട്ടും അതുപോലെ തന്നെ കാറ്റും മഴയും അകാലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു. ആ അമ്മയും പ്രതീക്ഷിച്ചിരുന്നില്ല കുട്ടികളെ വിറക് പെറുക്കാനായിട്ട് അയക്കുന്നതായിട്ടുള്ള സമയത്ത് പെട്ടെന്നാണ് കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ചതല്ല, കുട്ടികളും അങ്ങനെ വിചാരിച്ചതല്ല, അത് സംഭവിച്ചു പോയി. അപഋതുവിലാണ് ഈ കഠിനമായ മഴയും കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായത് എന്ന് പറയാം. അത് മാത്രമല്ല സൂര്യശ്ചാസ്തംഗതസ്താവത് തമസാ ചാവൃതാദിശഃ നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന. സൂര്യശ്ചാസ്തം ഗതസ്താവത് തമസാ ചാവൃതാദിശഃ നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന. അപ്പോ മഴ വന്നാൽ എന്താവും? മേഘങ്ങൾ വന്ന് നിറയും, സൂര്യനെ കാണാതെയാവും. സന്ധ്യാവേളയുമാണ് പോരാത്തതിന്. സൂര്യൻ ചായ്വിലായിരിക്കും, ചാഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ സൂര്യൻ മഴമേഘങ്ങളെ കൊണ്ട് പെട്ടെന്ന് അസ്തമിച്ചു, പെട്ടെന്ന് ഇരുട്ടായി നിർത്താൻ. സൂര്യശ്ച താവത് അസ്തംഗത. അതേ സമയം തന്നെ സൂര്യൻ അസ്തമയത്തെ പ്രാപിച്ചു. ദിശഃ തമസ ആവൃതാഹ. ദിക്കുകളെല്ലാം ഇരുട്ടുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു, മൂടപ്പെട്ടതായി. നിമ്നം കൂലം ജലമയം കിഞ്ചന ന പ്രാജ്ഞായത. നിമ്നവും കൂലവും. നിമ്നം എന്ന് പറഞ്ഞാൽ താഴ്ന്ന പ്രദേശം, കൂലം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയർന്ന തടങ്ങൾ, ഉയർന്ന സ്ഥാനങ്ങൾ. അപ്പോൾ താഴ്ന്നതും ഉയർന്നതുമായിട്ടുള്ള കുഴിയും കുണ്ടും കുഴിയും ഒന്നും അറിയാതായി. കാരണം എല്ലായിടത്തും വെള്ളം നിറഞ്ഞു, ജലമയം, എല്ലായിടത്തും ജലം നിറഞ്ഞു. കിഞ്ചന, അല്പം പോലും ഒന്നും തന്നെ ന പ്രാജ്ഞായത, പ്രകർഷേണ ന ജ്ഞായത, അറിഞ്ഞില്ല, ഒന്നും കാണാൻ നിവൃത്തിയില്ല. ഇരുട്ടും മൂടി, വെള്ളവും നിറഞ്ഞു. ഒരടി മുന്നോട്ട് വയ്ക്കാൻ ധൈര്യമില്ലാതായി. കാരണം ഏത് കുഴിയിലേക്കാണ് കാലിടുക എന്നറിയില്ല, ഏത് കിണറ്റിലേക്കാണ് വീഴുക, എന്താ സംഭവിക്കുക എന്ന് ധൈര്യമില്ലാത്ത അവസ്ഥയായി. അപ്പം അത്രയും വെള്ളം കൊണ്ട് നിറഞ്ഞു. വലിയ വലിയ മഴത്തുള്ളികളാണ് അല്ലെ, തുമ്പിക്കൈ വെള്ളത്തിൽ മഴ പെയ്യുക എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മഴ പെയ്യുകയാണ്. വയം വൃശം തത്ര മഹാനിലാംബുഭിഃ നിഹന്യമാനാ മുഹുരംബു സംപ്ലവേ ദിശോ വിദന്തോദ പരസ്പരം വനേ ഗൃഹീതഹസ്താഃ പരിബഭ്രിമാതുരാഃ. വയം വൃശം തത്ര മഹാനിലാംബുഭിഃ നിഹന്യമാനാ മുഹുരംബു സംപ്ലവേ ദിശോ വിദന്തോദ പരസ്പരം വനേ ഗൃഹീതഹസ്താഃ പരിബഭ്രിമാതുരാഃ. വയം, നമ്മൾ, തത്ര, അവിടെ ആ വനത്തിൽ, മഹാനിലാംബുഭിഃ വൃശം മുഹുഃ നിഹന്യമാനാഃ. തത്ര അവിടെ മഹാ അനില അംബുഭിഃ. മഹാ അനിലൻ എന്ന് പറഞ്ഞാൽ വലിയ കാറ്റ്,
ഇപ്പൊ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്, അമ്പു ജലവും വെള്ളവും മഴ പെയ്യുന്നുണ്ട് മഹത്തായിട്ട് തന്നെ. ഈ മഹാ എന്നുള്ളത് രണ്ടിലേക്കും ചേർക്കാം, അനിലനും ചേർക്കാം അമ്പുവിനും ചേർക്കാം. അപ്പോൾ വലിയ കാറ്റിലും പെരുമഴയിലും നമ്മള് നിഹന്യമാന, കാറ്റിനാലും മഴയാലും വൃഷം നല്ലതുപോലെ മുഹു വീണ്ടും വീണ്ടും നിഹന്യമാന, നിഹനിക്കപ്പെടുന്നവരായിട്ട്, ബാധിക്കപ്പെടുന്നവരായിട്ട്, പീഡിക്കപ്പെടുന്നവരായിട്ട്. അമ്പു സംപ്ലവേ വനേ ദിശഃ അവിദന്ത, അമ്പു സംപ്ലവ വെള്ളം മുങ്ങിയിരിക്കുന്നതായിട്ടുള്ള നിറഞ്ഞു ഇതായിരിക്കുന്ന അവസ്ഥയിൽ ആ വനത്തില് ദിശഃ അവിദന്ത, ദിക്കുകള് അറിയാത്തവരായി തീർന്നു. കാരണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ദിക്കറിയുക? തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും തിരിച്ചറിയില്ല. പകലാണെങ്കിൽ സൂര്യൻ എവിടെ നിൽക്കുന്നു നോക്കി ദിക്കുകൾ കണ്ടുപിടിക്കാം. ഇത് രാത്രി ആയിക്കഴിഞ്ഞാൽ, ഇരുട്ടായിക്കഴിഞ്ഞാൽ ദിക്കുകൾ അറിയില്ല. ചന്ദ്രോദയത്തിനും സാധ്യതയില്ല മഴയത്ത്, അല്ലേ? അപ്പൊ ദിക്കുകൾ അറിയാതെ വനേ ദിശഃ അവിദന്ത, ദിക്കുകൾ അറിയാത്തവരായിട്ട്. അത് പരസ്പരം ഗൃഹീതഹസ്താഃ ആതുരാഃ പരിബഭ്രിമ, പരസ്പരം കൈപിടിച്ചവരായിട്ട്, പിടിച്ച കൈകളോടുകൂടി. അതാണ് ഗൃഹീതഹസ്താഃ ആതുരാഃ, വളരെ ദുഃഖിതരായിട്ട്, പീഡിതരായിട്ട്, ഭയപ്പെട്ടവരായിട്ട്. മാത്രമല്ല ആശങ്കയുണ്ട് എന്തിനെക്കുറിച്ച്? ഗുരു നമ്മളെ കാണാതെ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ, ഗുരുപത്നി നമ്മളെ അയച്ച് ദുഃഖിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ, അവർക്ക് എങ്ങനെ നമ്മൾ ആശ്വാസം കൊടുക്കാൻ പറ്റും, അവരുടെ ഉത്കണ്ഠ എങ്ങനെ മാറ്റാൻ പറ്റും, ഇങ്ങനെ എല്ലാ ചിന്തകളും വരും. അങ്ങനെ നമ്മൾ ഇത്രയും ദൂരം വരേണ്ടിയിരുന്നില്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ പെട്ടുപോയത് എന്നുള്ള കുറ്റബോധം തോന്നാം. അങ്ങനെ പല ചിന്തകൾ കൊണ്ടും ആതുരരായി, പീഡിതരായി, ദുഃഖിതരായി. പരിബഭ്രിമ, പരിബഭ്രിമ എന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ചു എന്ന് തന്നെയാണ്. പരിഭ്രമിക്കലിന് ചുറ്റിത്തിരിയുക എന്നും അർത്ഥമുണ്ട്. ഫിസിക്കലി ചുറ്റിത്തിരിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് ചുറ്റിത്തിരിയലാണ് പരിഭ്രമം എന്ന് ഇവിടെ എടുക്കാം. കാരണം അനങ്ങാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ ചുറ്റും കുണ്ടും കുഴിയും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ചുറ്റിക്കറങ്ങി എന്ന് എടുക്കണ്ട, മനസ്സുകൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡായി എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞു എന്നർത്ഥം. ഉള്ളിൽ തന്നെ വലഞ്ഞു, എല്ലാ ദിക്കുകളിലേക്കും മനസ്സ് ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ പരിഭ്രമിച്ചു, ആതുരരായി നമ്മൾ എന്നർത്ഥം. അപ്പം അതെല്ലാം ഓർക്കുമ്പോൾ അല്ലേ, എന്തെന്നില്ലാത്തൊരു നിർവൃതി നമുക്ക് ഗുരുക്കന്മാർക്ക് വേണ്ടി ഗുരുകുലത്തിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞുല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്നു എന്നുകൂടി താല്പര്യം, അല്ലേ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളും നമ്മുടെ സ്കൂളുകൾ പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിലൊക്കെ നല്ലോണം പണിയെടുക്കുമായിരുന്നു. നമ്മുടെ ഹെഡ് മാസ്റ്ററോ ക്ലാസ് ടീച്ചറോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. സ്കൂളിൻ്റെ ഗ്രൗണ്ട് വൃത്തിയാക്കൽ, ചെത്തി മിനുക്കൽ, ക്ലാസ് റൂമുകൾ ദിവസവും അടിച്ചു വാരൽ, അട്ടത്ത് കയറിയിട്ട് മാറാല അടിക്കൽ, ഇതൊക്കെ വളരെ ഉത്സാഹത്തോടെ ചെയ്തിരുന്നു നമ്മളൊക്കെ. പ്രത്യേകിച്ച് ഒരു 7ാം ക്ലാസ് വരെ നല്ല ഉത്സാഹമായിരുന്നു. അത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത്തിരി ദേഹാഭിമാനമൊക്കെ കൂടുക. അപ്പോൾ വളരെ സന്തോഷമായിട്ട് ഗുരുക്കന്മാരെ പറഞ്ഞത് അനുസരിക്കുമായിരുന്നു നമ്മളെന്ന് പറയും. എല്ലാം വൃത്തിയാക്കാനൊക്കെ മുൻപിലായിരുന്നു. ഇന്നത്തെ കുട്ടികളെ കൊണ്ടത് ചെയ്യിച്ചാലോ അധ്യാപകൻ ജയിലിൽ കിടക്കും, അല്ലേ? ബാലവേല എന്ന പേരിൽ ഇന്നത്തെ നമ്മുടെ ഭരിക്കുന്ന ആളുകളുടെ യോഗ്യത കൊണ്ട് കുട്ടികളെ സ്കൂളിൽ എന്തെങ്കിലും സേവനം ചെയ്യിക്കുന്ന കാര്യത്തിൽ നിന്ന് വിലക്കി അവരെ ദേഹം അനങ്ങാത്ത പാവകളാക്കി മാറ്റി, ഒന്നിനും കൊള്ളാതെയാക്കി. നമ്മൾ അന്നതൊക്കെ ചെയ്തത് കൊണ്ടാണ് നമുക്കിന്ന് എന്ത് ചെയ്യാനും മടിയില്ലാത്തത്, ഏതവസ്ഥയിലും ഭയമില്ലാത്തത്. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. കാരണം എവിടെ പോയാലും ജീവിക്കാൻ പറ്റും, എന്തും ആരുടെ സഹായം ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, ആരെയും കാത്തിരിക്കാറില്ല, അല്ലേ? ഇന്നൊരാൾ വന്നിട്ട് വേണം ഇന്ന കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് തന്നെ അത് സ്വയം ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം, ധൈര്യം, ഇതൊക്കെ ആ കുട്ടിക്കാലത്ത് തന്നെ അതെല്ലാം അഭ്യസിച്ചതുകൊണ്ടാണ്. സേവനഭാരം പറയേണ്ട ആവശ്യമില്ല. സേവനഭാരം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആശുപത്രികൾ, അവിടെയുള്ള വൃത്തികെട്ട എല്ലാ കുണ്ടും കുഴികളും ചവറ്റുകൊട്ടകളും എല്ലാം വൃത്തിയാക്കലാണ്. മുനിസിപ്പാലിറ്റിക്കാർ ചെയ്യുന്നതിനേക്കാൾ വൃത്തിയായിട്ട് നമ്മൾ ചെയ്യും സേവനഭാരകാലത്ത്. ഒക്കെ വലിയൊരു
സംഭവമായിരുന്നു. അത് പിന്നെ കോളേജ് പഠിക്കുന്ന കാലത്തും NCCയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ അതിനൊക്കെ നേതൃത്വം കൊടുത്ത് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഒരു മടിയുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അന്യമാണ്, അറിയില്ല, വീട്ടിലും ചെയ്യിപ്പിക്കില്ല, ഒന്നിനും കൊള്ളില്ല, അല്ലേ? വെറും എന്താ പറയുക, യന്ത്രങ്ങൾ മാത്രം പഠിക്കുക, അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ മൊബൈലിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുക. എന്തായാലും ആ ഒരു കഥ ഭഗവാൻ വളരെ നല്ലൊരു ഓർമ്മയായിട്ടാണ്, അതൊരു ധന്യത നൽകുന്ന ഓർമ്മകളാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വയം വൃശം തത്ര മഹാനിലംബുഭിഃ നിഹന്യമാനാ മുഹുരംബു സംപ്ലവേ ദിശോ വിതന്തോദ പരസ്പരം വനേ ഗൃഹീതഹസ്താഃ പരിബഭ്രിമാതുരാഃ ഏതദ്വിദിത്വാ ഉദിതേ രവൗ സന്ദീപനിർഗുരുഃ അന്വേഷമാണോ ന ശിഷ്യാൻ ആചാര്യോ അപശ്യതാതുരാൻ. ഏതദ്വിദിത്വാ രവൗ ഉദിതേ, ഏതദ്വിദിത്വ, ഈ കാര്യം അറിഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗുരു പുറത്തുപോയ സമയത്താണ് ഗുരുപത്നി ഇവരെ പിറകനയച്ചിരിക്കുന്നത്. അദ്ദേഹം സന്ധ്യയ്ക്ക് വീട് വന്ന് ചേർന്നപ്പോൾ മഴ ആരംഭിച്ചിരുന്നു. അദ്ദേഹവും മഴയത്ത് ഓടിയാ വന്നത്. വന്ന ഉടനെ കുട്ടികളെ അന്വേഷിച്ചപ്പോൾ 2 കുട്ടികൾ മിസ്സിങ്. ഉടനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, തൻ്റെ പത്നി പറഞ്ഞ് വിറക് കൊണ്ടുവരാനായിട്ട് കാട്ടിലേക്ക് പോയിരിക്കണമെന്ന്. അത് അദ്ദേഹത്തിന് വലിയ സങ്കടമായി. കാരണം ഈ സന്ധ്യാവേളയിൽ ഈ മഴയത്ത് തൻ്റെ പത്നിയാണെങ്കിലും കുട്ടികളെ അയച്ചത് താൻ അയച്ചതിന് തുല്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നും തീർച്ചയായിട്ടും. പക്ഷേ ഇരുട്ടായി കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. മഴയും ഇടിയും മിന്നലും കാറ്റും. എങ്ങനെ പുറത്തിറങ്ങി അന്വേഷിക്കും? അദ്ദേഹം രാത്രി മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, കുട്ടികളെ ഈശ്വരൻ തന്നെ രക്ഷിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഉറങ്ങിയിട്ടുണ്ടാവില്ല. 2 കുട്ടികൾ, അന്യൻ്റെ കുട്ടികൾ, അല്ലേ? എന്തായാലും തൻ്റെ കുട്ടികളെ പോലെ തന്നെ താൻ നോക്കുന്നുണ്ടെങ്കിലും ആ കുട്ടികളെ എന്തെങ്കിലും സംഭവിച്ചാൽ ചിലരോടൊക്കെ ഉത്തരം പറയാനുണ്ട്, ആ കുട്ടിയുടെ മാതാപിതാക്കളോടൊക്കെ ഉത്തരം പറയാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭയം ഒന്ന് വേറെ തന്നെയായിരിക്കും. അപ്പോൾ നല്ലോണം പ്രാർത്ഥനാപൂർവം രാത്രി ഉറങ്ങാതെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവും. രാവിലെ ഉദിതേ രവൗ ഉദിതേ സതി, രവി ഉദിച്ചതായിട്ടുള്ള സമയത്ത്, സൂര്യൻ ഉദിച്ചതായിട്ടുള്ള സമയത്ത് രാത്രി മഴ കുറഞ്ഞു. അങ്ങനെ രാവിലെ സൂര്യൻ ഉദിച്ചു. ആ സൂര്യൻ ഉദിച്ച സമയത്ത് ആചാര്യ ഗുരുഹു, നമ്മളെ ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിക്കുന്ന, സദാചാരമെല്ലാം പഠിപ്പിക്കുന്ന ആ ഗുരു സാന്ദീപനി, അദ്ദേഹത്തിൻ്റെ പേര് സാന്ദീപനി എന്നാണ്. ആ സാന്ദീപനി ഋഷി ശിഷ്യാൻ നഹ അന്വേഷമാണഹ, ശിഷ്യന്മാരായ നമ്മളെ അന്വേഷിക്കുന്നവനായിക്കൊണ്ട് അന്വേഷിച്ചു വന്നതായിട്ടുള്ള സമയത്ത് ആതുരാൻ അപശ്യത്, ആതുരന്മാരായ നമ്മളെ 2 പേരെയും കണ്ടു. രാത്രി മുഴുവൻ മഴ നനഞ്ഞൊലിച്ച് ഭയപ്പെട്ട്, അല്ലേ, തലയിൽ ഇപ്പോൾ വിറകിൻ്റെ ചുമടുമായിട്ട് ഗുരുകുലത്തിലേക്ക് മടങ്ങുന്നവരായ നമ്മളെ കണ്ടു. പരവശരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കണ്ടു. ആ കണ്ടിട്ട് ആ ഗുരുവിനെ സഹിച്ചില്ല. ആ ഗുരുവിൻ്റെ എന്താ പറയുക, വായിൽ നിന്ന് വരുന്ന നിലവിളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേതി ദുഃഖിതാഃ ആത്മാവൈ പ്രാണിനാം പ്രേഷ്ടഃ തമനാദൃത്യ മത്പരാഃ. അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേതി ദുഃഖിതാഃ ആത്മാവൈ പ്രാണിനാം പ്രേഷ്ടഃ തമനാദൃത്യ മത്പരാഃ. ഗുരുവിന്റെ വായിൽ നിന്ന് വരുന്നതന്നെ അഹോ, കഷ്ടം എന്നുള്ള അർത്ഥത്തിൽ, നിങ്ങൾ എന്ത് കഷ്ടമാണ് ഈ പെടുന്നത്, ഹേ പുത്രകാ, അല്ലയോ മക്കളെ. വാത്സല്യത്തോടെയുള്ള വിളിയാണ്. പുത്രകാ എന്നുള്ള ആ കകാരം കൂടുതൽ വാത്സല്യം ചേർക്കാൻ വേണ്ടിയിട്ടാണ്.
പുത്രാന്ന് വിളിക്കുന്നതിന് പകരം പുത്രകാഹ. അപ്പൊ ഹേ കൊച്ചുകുട്ടികളെ, യൂയം നിങ്ങൾ അസ്മദർത്ഥേ എനിക്ക് വേണ്ടി അതിദുഃഖിതാഹ, വലിയ ദുഃഖത്തെയാണല്ലോ നിങ്ങൾ അനുഭവിച്ചത്. എനിക്ക് വേണ്ടിയിട്ട് അസ്മദർത്ഥേ എന്നാ, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുവല്ലോ, ദുഃഖം അനുഭവിച്ചല്ലോ. വാസ്തവത്തിൽ ആത്മാവൈ പ്രാണിനാം പ്രേഷ്ടഃ തം അനാദൃത്യ മത്പരാഹ, നിങ്ങൾ മത്പരന്മാരാണ്. മത്പരൻ എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ പരമായി കരുതിയിരിക്കുന്നവരാണ്, എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ്. അപ്പോ ആത്മാവൈ പ്രാണിനാം പ്രേഷ്ട, എല്ലാവർക്കും അവരവരുടെ ശരീരമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇവിടെ ആത്മാ ശബ്ദത്തിന് ശരീരം. അപ്പൊ എല്ലാവർക്കും, എല്ലാ പ്രാണികൾക്കും അവരുടെ ശരീരം വളരെ പ്രേഷ്ഠമാണ്, പ്രിയതമമാണ്. അതിനെ തം അനാദൃത്യ, ആ ശരീരത്തെ അവഗണിച്ചുകൊണ്ട് അനാദരിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനുണ്ടായിട്ടുള്ള പീഡകളെല്ലാം നിങ്ങൾ മറന്നുകൊണ്ട് അവഗണിച്ചുകൊണ്ട് മത്പരാഹ, എനിക്ക് വേണ്ടി എന്നിൽ സമർപ്പിച്ചവരായി ഇങ്ങനൊരു കൃത്യം നിങ്ങൾ ഈ കഴിഞ്ഞ രാത്രി മുഴുവൻ വലിയ ദുഃഖത്തെ അനുഭവിച്ചുവല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തത് വലിയൊരു തപസ്സാണ്, ഒരു വലിയ ത്യാഗമാണ്. സ്വന്തം പ്രാണനെ പോലും സ്വന്തം ശരീരത്തിനുണ്ടായിട്ടുള്ള പീഡകളെ പോലും അവഗണിച്ചു എനിക്ക് വേണ്ടി പറഞ്ഞിട്ട് ഏതദേവ ഹി സച്ഛിഷ്യൈഹി കർത്തവ്യം ഗുരുനിഷ്കൃതം യദ്വൈ വിശുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരൗ. ഏതദേവ ഹി സച്ഛിഷ്യൈഹി കർത്തവ്യം ഗുരുനിഷ്കൃതം യദ്വൈ വിശുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരൗ. ഏതത് ഏവ ഹി സച്ഛിഷ്യൈഹി കർത്തവ്യം ഗുരുനിഷ്കൃതം. ഗുരുനിഷ്കൃതം എന്ന് പറഞ്ഞാൽ ഗുരുവിന് ചെയ്യുന്ന നിഷ്കൃതി. നിഷ്കൃതി എന്ന് പറഞ്ഞാൽ പൂജ, പ്രത്യുപകാരം, പ്രതിഫലം, ഗുരുദക്ഷിണ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഗുരുവിന് തിരിച്ചു കൊടുക്കാനുള്ളത്, കടപ്പാട് വീട്ടുന്ന പ്രവൃത്തിയാണ് നിഷ്കൃതി. അപ്പോ സച്ഛിഷ്യൈഹി ഏതത് ഗുരുനിഷ്കൃതം ഏവ കർത്തവ്യം. ഉത്തമ ശിഷ്യന്മാരാൽ ഇപ്രകാരമുള്ള ഗുരുനിഷ്കൃതിയാണ് കർത്തവ്യമായിട്ടുള്ളത്, ചെയ്യേണ്ടത്. ഇങ്ങനെ തന്നെയാണ് ഉത്തമ ശിഷ്യന്മാർ ചെയ്യുക. നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ അങ്ങനെയുള്ള എത്രയോ കഥകളുണ്ട്. ഗുരു ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പശുക്കളെ സംരക്ഷിക്കുക. എത്ര പശുക്കൾ അല്ലെ, കുറച്ച് പശുക്കളെ കൊടുത്തിട്ട് നീ ഇത്ര പശുവാകുമ്പോൾ തിരിച്ചു പോവാന്ന് പറയും. അപ്പോൾ ഒരു പശുവിനെ കൊടുത്ത് 1000 പശുവായിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട കഥയൊക്കെ ഉണ്ട്. അതുപോലെ കൃഷിസ്ഥലത്ത് പാടവരമ്പത്ത് കാവലിരിക്കാൻ ഏൽപ്പിച്ച കുട്ടി വരമ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ സ്വയം ആ ചാലിന് കുറുകെ കിടന്ന് രാത്രി മുഴുവൻ വരമ്പ് ആയിട്ട് കിടക്കുക, വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടി തണുത്ത് വിറച്ചുകൊണ്ട് വരമ്പിന് പകരം കിടന്ന കുട്ടികളുടെ കഥകളുണ്ട്. ഇങ്ങനെ പല ഉപനിഷത്തുകളിലും പല കുട്ടികൾ പല ത്യാഗങ്ങൾ സഹിച്ചതായിട്ടുള്ള കഥകൾ. ഇതെല്ലാം ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അന്നത്തെ ആ ഗുരുകുലത്തിലെ സമ്പ്രദായം. രഘുവംശത്തിൽ രഘുവിൻ്റെ കഥയും അതുപോലെ തന്നെയാണ്. തൻ്റെ ഗുരുവിന് വസിഷ്ഠന് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നതായിട്ടുള്ള ത്യാഗങ്ങൾ, തപസ്സുകൾ. ഇങ്ങനെ ഓരോ കഥകളും നോക്കിയാൽ ആ ഗുരുവിന് ചെയ്യുന്ന നിഷ്കൃതി, ഗുരു ദക്ഷിണ കൊടുക്കാനായിട്ട് ശിഷ്യന്മാർ ചെയ്യുന്ന എന്താ പറയുക ത്യാഗങ്ങൾ. അപ്പൊ ഏതദേവ ഹി സച്ഛിഷ്യൈ കർത്തവ്യം ഗുരു നിഷ്കൃതം. ഇങ്ങനെയാണ് സച്ഛിഷ്യന്മാരാൽ ഗുരുനിഷ്കൃതം ചെയ്യപ്പെടേണ്ടത്. എന്താണ്? യദ്വൈ വിശുദ്ധഭാവേന സർവ അർത്ഥ ആത്മ അർപ്പണം ഗുരു. വിശുദ്ധഭാവേന, നിഷ്കളങ്ക ഭാവത്തോടെ, മത്സരബുദ്ധിയൊന്നുമില്ല. ഗുരുവിന് എന്നോടേത് പറയാൻ കണ്ടുള്ളൂ, മറ്റു ശിഷ്യന്മാരൊക്കെ ഇല്ലേ, അവരോട് എന്താ പറയാതിരുന്നത്, എന്നോട് ഗുരുവിന് ഇത്തിരി പ്രത്യേക ശത്രുതയുണ്ട് തോന്നുന്നു, അങ്ങനെ വിചാരിക്കാം. അല്ലെങ്കിൽ കണക്ക് ചിന്തിക്കാം, അല്ലേ, ഇത്ര കൊടുത്താൽ മതി
ഗുരു തന്നതിന് ഇത്ര കൊണ്ട് കണക്ക് തീർന്നു, ഇങ്ങനെ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടിയിട്ട് ഗുരുവിന് പ്രതിഫലം കൊടുക്കുക, ഇങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്നത് കാപട്യമാണ്, കച്ചവടമാണ്, അത് കളങ്കമാണ്. അതുകൊണ്ടവിടെ വിശുദ്ധ ഭാവേന, നിഷ്കളങ്കമായിട്ടുള്ള ഭാവത്തിൽ യാതൊരു കണക്കുകൂട്ടലുകളും ഇല്ലാതെ, ഒരു റിസർവേഷനും സങ്കോചവും ഇല്ലാതെ വിശുദ്ധ ഭാവേന ഗുരൗ സർവ അർത്ഥ ആത്മ അർപ്പണം. ആ ഗുരുവിൽ സർവ അർത്ഥങ്ങളും, തൻ്റെ തന്നെ സകല ധനത്തെയും അല്ലെങ്കിൽ സർവ അർത്ഥമായിരിക്കുന്ന ആത്മാവിനെ, ശരീരത്തെയും, എല്ലാ പ്രയോജനങ്ങളും നൽകുന്നതാണ് ഈ ശരീരം. സർവാർത്ഥമായിരിക്കുന്ന ആത്മ, ഇവിടെ ശരീരം ധർമ്മസാധനം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചെയ്യുന്നത് നമ്മൾ ശരീരം കൊണ്ടാണ്, എല്ലാം സാധിക്കുന്നത് ശരീരം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥസാധനവുമായിരിക്കുന്ന ഈ ദേഹത്തെ പരിപൂർണമായിട്ട് അർപ്പിക്കുക. അതിന്റെ പ്രതീകമായിട്ടാണ് സാഷ്ടാംഗ നമസ്കാരം നമ്മൾ ദിവസവും ചെയ്യുന്നത് ഗുരുവിന്. അപ്പൊ സർവ അർത്ഥ ആത്മ അർപ്പണം യദ്വൈ, ഇതുതന്നെയാണ് സച്ഛിഷ്യൈഹി കർത്തവ്യം ഗുരുനിഷ്കൃതം. സച്ഛിഷ്യന്മാരാൽ ചെയ്യപ്പെടേണ്ട ഉത്തമമായിട്ടുള്ള ഗുരുദക്ഷിണ അല്ലെങ്കിൽ ഗുരുവിനുള്ള പൂജ പ്രത്യുപകാരം. ഏതദേവഹി, ഇത് തന്നെയാകുന്നു. അപ്പോ അവനവന്റെ അർത്ഥസാധനമായ ശരീരത്തെ ഗുരുവിന്റെ സേവയ്ക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ഗുരുനിഷ്കൃതി എന്ന് ഗുരു തന്നെ പറയണം. അത് നിങ്ങൾ ചെയ്തിരിക്കുന്നു, നിങ്ങളിപ്പോൾ തന്നെ അനുഗ്രഹീതരായിരിക്കുന്നു, നിങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠാഃ സത്യാസന്തു മനോരഥാഃ ചന്ദാംസ്യയാതയാമാനി ഭവന്തിഹ പരത്ര ച. തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠാഃ സത്യാസന്തു മനോരഥാഃ ചന്ദാംസ്യയാതയാമാനി ഭവന്തിഹ പരത്ര ച. ഭോ ദ്വിജശ്രേഷ്ഠാഃ, രണ്ട് കുട്ടികളെയും വിളിക്കണം, അല്ലയോ ദ്വിജശ്രേഷ്ഠന്മാരേ എന്ന്, അല്ലേ? കുചേലൻ ബ്രാഹ്മണ കുലം, കൃഷ്ണൻ ക്ഷത്രിയ കുലമാണ്. എന്നിട്ടും ഇവിടെ ദ്വിജശ്രേഷ്ഠാഹ എന്ന് തന്നെ വിളിച്ചത്. ക്ഷത്രിയനായ കൃഷ്ണനും ദ്വിജൻ തന്നെയാണ് അവിടെ. ഇനി ഏതെങ്കിലും വൈശ്യന്മാരുണ്ടെങ്കിൽ അവരും ദ്വിജശ്രേഷ്ഠന്മാർ തന്നെയാണ്. എന്നുവെച്ചാൽ സംസ്കാരം, വിദ്യാഭ്യാസം ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ ദ്വിജരായിത്തീരുന്നു. പലയോ ദ്വിജശ്രേഷ്ഠാഹ അഹം തുഷ്ടഃ തുഷ്ടോഹം, നിങ്ങളുടെ നേരെ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, സന്തോഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്താണ്? നിങ്ങളുടെ മനോരഥാഹ സത്യാഹ സന്തു, നിങ്ങൾ എന്താണോ മനസ്സിൽ സങ്കല്പിക്കുന്നത്, നിങ്ങളുടെ സങ്കല്പങ്ങളെല്ലാം സത്യങ്ങളായി ഭവിക്കട്ടെ. ഇപ്പൊ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് സങ്കല്പിച്ചാലും സത്യസങ്കല്പന്മാരായി ഭവിക്കട്ടെ, വൃഥാസങ്കല്പമില്ലാതിരിക്കട്ടെ നിങ്ങൾക്ക്. അപ്പോ മനോരഥാഹ സത്യാസന്തു, മാത്രമല്ല ചന്ദാംസി അയാതയാമാനി ഭവന്തു ഇഹ പരത്ര ച. നിങ്ങൾ പഠിച്ച ഛന്ദസ്സുകൾ, ഛന്ദാംസി ഛന്ദസ്സുകൾ വേദ മന്ത്രങ്ങൾ. അപ്പൊ നിങ്ങൾ പഠിച്ച വേദങ്ങളെല്ലാം തന്നെ ഇഹ പരത്ര ച, ഇഹ ഈ ലോകത്തിലും, പരത്ര വേറെ ലോകത്ത് പോയാലും, പരലോകത്ത് ചെന്നാലും, ഇനിയും ജന്മങ്ങൾ എടുത്താലും, എവിടെ ചെന്നാലും നിങ്ങൾ ഇവിടെ പഠിച്ചത് അവിടെയും നിങ്ങൾക്ക് അനുഗ്രഹമായി ഓർമ്മ വരട്ടെ എന്നാണ്. അതാണ് അയാതയാമാനി ഭവന്തു, അയാതയാമങ്ങളായി ഭവിക്കട്ടെ. എന്താ അവിടെ അയാതയാമം? യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. യാതയാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞത്. അയാതയാമം 3 മണിക്കൂർ കഴിയാത്തത്. എന്താ അതിൻ്റെ അർത്ഥം? യാതയാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞത്. അപ്പോൾ ഏത് കാര്യവും നമ്മൾക്ക് കേട്ടാൽ അപ്പോൾ ഓർമ്മയുണ്ടാവും. ഒരു യാമം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പതുക്കെ മറന്നു തുടങ്ങും, വിസ്മൃതമാകും. ഏത് കാര്യവും അങ്ങനെ തന്നെ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ശത്രുക്കളോടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നല്ലോണം ഓർമ്മ വയ്ക്കും.
അല്ലേ? അമ്മായിയമ്മ മരുമകൾ പറഞ്ഞ വാക്കുകളൊക്കെ ദുഷ്ട ഉദ്ദേശത്തോടുകൂടെ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല ഓർമ്മ വയ്ക്കും. മരുമകൾ അമ്മായിയമ്മ പറഞ്ഞതിനെയും അതുപോലെ ഓർമ്മ വയ്ക്കും. ഭാര്യ ഭർത്താവ് പറഞ്ഞതിനെയൊക്കെ അക്ഷരം പ്രതി ദുർവ്യാഖ്യാനം ചെയ്യാൻ ഓർമ്മ വയ്ക്കും. ഭർത്താവ് ചിലരങ്ങനെ ഉണ്ടാവും, അല്ലേ? എല്ലാവരും ഇല്ല. പുരുഷന്മാർ പൊതുവെ എല്ലാം മറന്നുപോകും. സ്ത്രീകൾക്കാണ് ഈ ഓർമ്മശക്തി കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ബ്രെയിനാണ് അവർക്ക് കൂടുതൽ വളർച്ച. പുരുഷന്മാർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഗ്രഹണ സാമർഥ്യമാണ് കൂടുതൽ, ഓർമ്മശക്തി കുറവാണ്. സ്ത്രീകളിൽ ഗ്രഹണ സാമർഥ്യം കുറച്ച് കുറയും, ഓർമ്മശക്തി കൂടും. ഇങ്ങനെയാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ആരോടെങ്കിലും അല്പ വിരോധം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞതൊക്കെ ഓർമ്മ വയ്ക്കുക എന്നുള്ളതാണ് സ്ത്രീ സ്വഭാവം. പുരുഷന്മാരെല്ലാം മറക്കും പൊതുവെ. എന്നാലും ശത്രുതയുണ്ടെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ഓർമ്മ വയ്ക്കും. സ്നേഹത്തോട് പറഞ്ഞത് ഒട്ടും ഓർമ്മയുണ്ടാവില്ല പുരുഷന്മാർക്ക്. അപ്പോൾ ഇവിടെ അയാതയാമം എന്ന് പറഞ്ഞാൽ യാതയാമമല്ലാത്തത്, 3 മണിക്കൂർ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രഷ് എന്നർത്ഥമാണ്. ഇപ്പൊ കേട്ടതുപോലെ 3 മണിക്കൂർ കഴിഞ്ഞതുപോലെയല്ല, ഇപ്പൊ കേട്ടതുപോലെ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ പഠിച്ച വിദ്യകൾ, നിങ്ങൾ പഠിച്ച വേദമന്ത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പോഴൊക്കെ ഇപ്പൊ പഠിച്ചതുപോലെ ഫ്രഷായിട്ട് തോന്നുമാറാകട്ടെ. എന്നും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ ഇവിടെ പഠിച്ച അറിവുകളെല്ലാം. അതാണ് അയാതയാമാനി ഇഹച പരത്രച. എവിടെ പോയാലും നിങ്ങൾക്കിത് നല്ല ഓർമ്മയുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. ചന്ദാംസി അയാതയാമാനി ഭവന്തു ഇഹ പരത്രച. അപ്പൊ ഇങ്ങനെ ആ ഗുരുവിന്റെ അനുഗ്രഹത്തെയും പറഞ്ഞുകൊണ്ട് ഈ ഒരു കഥയെ ഉപസംഹരിക്കുകയാണ് ഇവിടെ ഭഗവാൻ. ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേ സ്മസു ഈ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണഃ പ്രശാന്തയേ. ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേ സ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണഃ പ്രശാന്തയേ. അപ്പൊ ഇത്തം വിധാനി ഇപ്രകാരമുള്ളതായിട്ടുള്ള അനേകാനി വൃത്താന്താനി, അനേക കാര്യങ്ങൾ, അനേക സംഭവങ്ങൾ. ഗുരുവേശ്മസു വസതാം, ഗുരുവിന്റെ വേശ്മകളിൽ, വേശ്മ എന്ന് പറഞ്ഞാൽ ഗൃഹം. അപ്പൊ ഗുരുഗൃഹത്തിൽ വസിക്കുന്നതായിട്ടുള്ള സമയത്തുണ്ടായ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നൊരു ചോദ്യം പോലെയാണ്. സ്മര്യതേ, മുമ്പേ ചോദിച്ചിട്ടുണ്ട്, ആ സ്മര്യതേ എന്നുള്ളത് ഓർമ്മയുണ്ടോ? ഇതുപോലെ ആ ഗുരുകുലത്തിൽ നമ്മൾ കഴിഞ്ഞ കാലത്തുണ്ടായ ഒരുപാട് സംഭവങ്ങൾ എന്തെല്ലാമാണല്ലേ. അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാലം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണകാലം ഗുരുകുലത്തിൽ വസിക്കുന്ന കാലമാണ്. ഒരു വറിയുമില്ല. ആ ഗുരു പറഞ്ഞു തരുന്നത് ശ്രവിക്കുക, അതിനെക്കുറിച്ച് വിചാരം ചെയ്യുക, ആ അറിവ് ഉറപ്പിക്കുക. അതോടൊപ്പം ആ ഗുരുഗൃഹത്തിൽ എന്തെങ്കിലും ചെറിയ സേവനങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ നടത്തിപ്പിൽ സഹായിക്കുക. ഗുരു തന്നെ തരുന്ന ഭക്ഷണം അമൃതമായി പ്രസാദമായി ഭക്ഷിക്കുക. എല്ലാ കാര്യങ്ങളിലും ഗുരുവിൻ്റെ ആ ഒരു നോട്ടം ഉണ്ടാവും, മേൽനോട്ടം ഉണ്ടാവും. അങ്ങനെ കഴിയുന്ന ആ കാലമാണ് ഏറ്റവും സുവർണകാലം. ഇന്നത്തെ കുട്ടികൾക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലേ? അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ വെള്ളക്കാർ വന്ന് നമ്മുടെ ഗുരുകുല സമ്പ്രദായങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. എന്തിനാ? നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ. സംസ്കാരം ഗുരുശിഷ്യ ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. അതിനെ മാറ്റിമറിച്ചു. അപ്പൊ ഇങ്ങനെ ഗുരുവേശ്മസ് വസതാം ഇത്തം വിധാനി അനേകാനി സ്മര്യതേ. നമ്മൾ ഗുരുകുലത്തിൽ വസിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച്
ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരു പുരുഷൻ പൂർണ്ണനാവുന്നതും പ്രശാന്തിക്കായിക്കൊണ്ടും ഭവിക്കുന്നത്. പൂർണ്ണ ഭവതി പ്രശാന്തയേ ഭവതി. പ്രശാന്തിക്കായിക്കൊണ്ട് അവന്റെ പ്രകർഷേണയുള്ള ശാന്തി എന്ന് പറഞ്ഞാലോ ആ ആത്മജ്ഞാനം നേടി ഉണ്ടാകുന്ന പക്വതയാണ് ശാന്തി. മനസ്സിൽ കാമങ്ങളൊന്നും ജനിക്കാതെയാവുന്ന അവസ്ഥ തന്നെയാണ് പ്രശാന്തി. കാമമില്ലെങ്കിൽ ക്രോധവും ഇല്ല, മറ്റ് അസൂയാദി ദോഷങ്ങളൊന്നുമില്ല. എല്ലാം ഒന്നാണെന്ന് അറിയുന്ന ഒരാൾക്ക് തസ്യ കോ മോഹ കശോക ഏകത്വം അനുപശ്യത. ആ ഏകത്വ ദർശനമാണ് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കുക. ആ ഏകത്വം എല്ലായിടത്തും ദർശിക്കുന്ന ഒരാൾക്ക് ശോകമോഹങ്ങളില്ല, അശാന്തിയില്ല. അവൻ പ്രസന്നനാണ്, എപ്പോഴും സന്തോഷം, ആനന്ദം മാത്രമാണ്. അപ്പോൾ അത് സാധിക്കുന്നത് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. ആ ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ടാണ് അത് സാധിക്കുന്നത്. അതുകൊണ്ട് ഗുരുത്വം വേണം, ഗുരുത്വം കെട്ടവരാവരുത് എന്ന് സനാതനധർമ്മം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഗുരുവിൻ്റെ മാഹാത്മ്യം എടുത്തു പറഞ്ഞ കഥയാണ് ഈ കുചേലോപാഖ്യാനം. അത് തുടരുകയാണ്. അപ്പം ഇങ്ങനെ സ്മര്യതേ എന്ന് ഭഗവാൻ ചോദിച്ചതുപോലെ ഉത്തരം പറയണു ആ ബ്രാഹ്മണ ഉവാച കിമസ്മാഭിർ അനിർവൃത്തം ദേവദേവ ജഗദ്ഗുരോ ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരൗ അഭൂത്. ബ്രാഹ്മണ ഉവാച കിമസ്മാഭിർ അനിർവൃത്തം ദേവദേവ ജഗദ്ഗുരോ ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരൗ അഭൂത്. ബ്രാഹ്മണ ഉവാച, കുചേലനാണിവിടെ സുദാമ. അദ്ദേഹം ഭഗവാൻ ഇത്രയും പറഞ്ഞതിന് മറുപടിയായിട്ട് 2 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നു. ഹേ ദേവദേവ ജഗദ്ഗുരോ, ഭഗവാനെ സംബോധനയാണ്. അല്ലയോ ദേവന്മാർക്കും ദേവനായിട്ടുള്ളവനെ, ലോകത്തിനെല്ലാം ഗുരുവായിരിക്കുന്ന ആളാണ് അങ്ങ്. അങ്ങിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലോകത്തിന് ഉപദേശമായിട്ടുള്ളതാണ്. ഈ ലോകം അതെല്ലാം കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അങ്ങ് ജഗദ്ഗുരുവാണ്, ലോകത്തിന് മാതൃക കാണിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഭഗവാനെ യേഷാം സത്യകാമേന ഭവതാ ഗുരൗ വാസഃ അഭൂത് അസ്മാഭിഹി കിം അനിർവൃത്തം. അപ്പൊ യേഷാം എന്ന് പറഞ്ഞാൽ യാതൊരുവർക്ക്, യാതൊരുവർ എന്ന് പറഞ്ഞാലോ ഞങ്ങളെ പോലെയുള്ളവർക്ക്, കുചേലനെ പോലെ ആ ഗുരുകുലത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് യേഷാം നഹ സത്യകാമേന ഭവതാ ഗുരൗ വാസഃ അഭൂത്. ആ സത്യമായ സങ്കല്പങ്ങളോടെ കാമങ്ങളോട് കൂടിയതായിട്ടുള്ള ഭവത അങ്ങയോടുകൂടെ, സത്യകാമനായ അങ്ങയോടുകൂടെ ഗുരൗ വാസഃ ഗുരുകുലത്തിൽ വസിക്കാൻ കഴിഞ്ഞത്. ആ വാസഃ അഭൂത് വാസം സംഭവിച്ചുവോ. അസ്മാഭിഹി കിം അനിർവൃത്തം, അങ്ങനെയുള്ള ഞങ്ങളാൽ എന്താണ് സമ്പാദിക്കപ്പെടാത്തത്, എന്താണ് സാധിക്കാതിരുന്നിട്ടുള്ളത്? അപ്പോൾ അങ്ങയുടെ കൂടെ ഗുരുകുലത്തിൽ വസിച്ച ഞങ്ങൾക്ക് എന്തിൻ്റെ കുറവാണ് പിന്നുണ്ടായിട്ടുള്ളത്? എല്ലാം സാധിച്ചിട്ടുണ്ട്. കാരണം അങ്ങയുടെ കൂടെയാണ് ഗുരുകുലത്തിൽ കഴിഞ്ഞത്. ജഗദ്ഗുരുവാണങ്ങ്. ജഗദ്ഗുരുവായ ദേവദേവനായ സത്യകാമനായ അങ്ങയോടുകൂടെ ഗുരുകുലത്തിൽ വസിച്ച ഞങ്ങൾക്ക് എന്താണ് സമ്പാദിക്കാൻ കഴിയാത്തത്, എന്താണ് സാധിക്കാത്തത്? ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്, ധന്യരാണ്. അങ്ങയുടെ കൂടെ കഴിച്ച കാലം എത്രയും ഭാഗ്യമുള്ളതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. എന്താ കാരണം? അങ്ങ് തന്നെയാണ് എല്ലാ ശാസ്ത്രങ്ങളും, എല്ലാ വേദങ്ങളും, എല്ലാ ജ്ഞാനവും എല്ലാം അങ്ങ് തന്നെ. ആ അങ്ങ് മൂർത്തിയായിട്ട് ഞങ്ങളുടെ കൂടെ കഴിച്ചില്ലേന്ന. യസ്യ ഛന്ദോമയം ബ്രഹ്മ ദേഹ ആവപനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോത്യന്ത വിഡംബനം. യസ്യ ഛന്ദോമയം ബ്രഹ്മ
ദേഹ ആവപനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോത്യന്ത വിഡംബനം. ഹേ വിഭോ, അല്ലയോ സർവജ്ഞ സർവവ്യാപിൻ, എല്ലാം തികഞ്ഞവനാണങ്ങ്, എല്ലാമായി ഭവിച്ചവനാണങ്ങ്. അങ്ങേക്ക് എന്തിൻ്റെ കുറവാണ്? അങ്ങ് എന്തിനാ ഗുരുകുലത്തിൽ വന്നത്? അതാണ് തസ്യ ഗുരുഷു വാസഃ. അങ്ങനെയുള്ള ഒരാൾക്ക് ഗുരുകുലത്തിലുള്ള വാസം അത്യന്ത വിഡംബനം, വെറും നാട്യം മാത്രം, വേഷം കെട്ടിയുള്ളൊരു ആചരണം മാത്രം, മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങ് ഗുരുകുലത്തിൽ വന്നത്. കാരണം എന്താ? യസ്യ ഛന്ദോമയം ബ്രഹ്മ, യസ്യ ഏതൊരുവന്റെ ഛന്ദോമയം ബ്രഹ്മ, ആരുടെ വാക്കാണോ ബ്രഹ്മമായിരിക്കുന്നത്, ബ്രഹ്മം എന്നാൽ വേദം. അപ്പൊ വേദങ്ങളെല്ലാം ആരുടെ വാക്കുകളാണോ, ആരുടെ ഛന്ദസ്സുകളാണോ, ആ അങ്ങ് ഗുരുകുലത്തിൽ വന്ന് വസിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങയുടെ വാക്കുകളൊക്കെ വേദങ്ങളാണ്. അങ്ങയുടെ വായിൽ നിന്ന് തന്നെയാണ് വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനി ദേഹ ആവപനം വിഭോ, ദേഹ അങ്ങയുടെ ദേഹമാകട്ടെ ശ്രേയസാം ആവപനം, എല്ലാ ശ്രേയസിന്റെയും ആവപനമാണ്. ആവപനം വപനം ചെയ്യുന്ന സ്ഥാനം. വപനം ചെയ്യാന്ന് പറഞ്ഞാൽ വിതയ്ക്കുക. വിതയ്ക്കുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ വിളനിലം, കൃഷിസ്ഥലം, വിളനിലം ഒക്കെയാണ് ആവപനം. അപ്പൊ അങ്ങയുടെ ദേഹം എല്ലാ ശ്രേയസിന്റെയും സ്ഥാനമാണ്. അങ്ങയുടെ ദേഹം തന്നെയാണ് വേദരൂപം. ആ വേദരൂപമായിരിക്കുന്ന ആ വേദമാകട്ടെ സർവശ്രേയസ്സുകളുടെയും വിളനിലമാണ് എന്നും അന്വയിക്കാം. അങ്ങയുടെ ദേഹം വേദരൂപം, അത് ആ വേദമാകട്ടെ ശ്രേയസിന്റെ മുഴുവൻ വിളനിലവുമാകുന്നു. അങ്ങനെ പരസ്പര ഭേദഭാവനയില്ല, ഭേദമില്ല, അഭേദമായി ഭഗവാന്റെ ദേഹവും വേദവും ശ്രേയസിന്റെ വിളനിലമാകുന്നു, ശ്രേയസിന്റെ കൃഷിസ്ഥലമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയുടെ വാക്കുകൾ വേദമായിരിക്കുന്നു, അങ്ങയുടെ ദേഹം ശ്രേയസിന്റെ വിളനിലമായിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചിട്ട് വല്ലതും സാധിക്കേണ്ടതുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ അങ്ങ് വന്നത്? പഠിപ്പിക്കാൻ. ആരെ പഠിപ്പിക്കാൻ? ലോകത്തെ പഠിപ്പിക്കാൻ. അതാണ് അത്യന്ത വിഡംബനം. അവതാര ശരീരമെടുത്ത് ലോകത്തിൽ സനാതന ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ രൂപത്തില് മാതൃക കാണിച്ചുകൊണ്ട് അങ്ങ് ഗുരുകുലത്തിൽ ചെന്ന് പഠിക്കുന്നതായിട്ട് ഭാവിക്കുന്നു. എല്ലാം അറിയുന്ന വിഭുവായ അങ്ങ് ഒരു ശിഷ്യനായി ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് എങ്ങനെ ഇരിക്കണം ഒരു ശിഷ്യൻ എന്ന് ലോകത്തിന് കാണിച്ചു തരുന്നു. ഭഗവാന്റെ മിക്കവാറും എല്ലാ അവതാരങ്ങളിലും ഇങ്ങനെ കാണാം, ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്നതായിട്ട്. അപ്പോൾ ഭഗവാൻ ലോക സംഗ്രഹത്തിനായിക്കൊണ്ടാണ് ഈ ഒരു നാടകം ഗുരുകുലവാസം അഭിനയിക്കുന്നത് എന്നത് കുചേലൻ എടുത്തു പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കണം. ഹരി ഓം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീരാമചരിതം നാമ അശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇന്നത്തേക്ക് ഇവിടെ നിൽക്കട്ടെ. നാളെ രാവിലെ നമുക്ക് തുടരാം. നാളെയാണ് ഭഗവാൻ അവില് പിടിച്ചു പറിച്ച് തിന്നുന്നത്. 8ാമത്തെ ശ്ലോകത്തിലാണ്
ഭഗവാന്റെ അവിൽ ഭക്ഷിക്കുന്ന രംഗം. നാളെ നിങ്ങളൊക്കെ വീടുകളിൽ അവിൽ വെച്ച് പൂജിച്ചോളൂ. വേണമെങ്കിൽ ഭഗവാന് അവിൽ സമർപ്പിച്ചിട്ട് ഭാഗവതം കേൾക്കാം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി. കൂട്ടത്തിൽ ഇന്നലെ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിലായിരുന്നു രാവിലത്തെ പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ ഗുരുവായൂരിലും പോയിട്ട് കുറേ പുസ്തകങ്ങൾ കൊടുക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞ് രാത്രിയായി വരുമ്പോൾ, അപ്പോൾ നെല്ലുവായിൽ പോയപ്പോൾ ഞാൻ എന്താ പറയുക, ആഗ്രഹിച്ചൊരു പുസ്തകം അവിടുന്ന് കിട്ടി. ധന്വന്തരി ഭഗവാന്റെ സ്തോത്ര പഞ്ചാശിക. പഞ്ചാശത്ത് എന്ന് പറഞ്ഞാൽ 50 അപ്പോൾ 50 സ്തോത്രങ്ങൾ, 50 സ്തോത്രങ്ങളുള്ള സ്തുതിയാണ് ധന്വന്തരി സ്തുതി. അതിമനോഹരമായിട്ടുള്ള ഒരു സ്തുതിയാണ്. വിദ്വാൻ മച്ചാട്ടിളയത് എന്ന് പറഞ്ഞൊരു മഹാത്മാവ് രചിച്ചതാണ്. അത് നല്ലൊരു വ്യാഖ്യാന സഹിതമുള്ള പുസ്തകം, നല്ല വ്യാഖ്യാനമുള്ള പുസ്തകം. വളരെ നന്നായിട്ട് പദച്ഛേദം, അന്വയം, ഓരോ വാക്കിൻ്റെ അർത്ഥം പിന്നെ സംഗ്രഹിച്ച് മൊത്തത്തിലൊരു വ്യാഖ്യാനം. അങ്ങനെ 50 ശ്ലോകങ്ങൾക്കും അർത്ഥത്തോടുകൂടി നല്ലൊരു പുസ്തകം. അവിടെയുള്ള ഡോക്ടർ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ്. ആര്യവൈദ്യശാല കോട്ടയ്ക്കലിലെ അധ്യാപകനായിരുന്നു, പ്രൊഫസറായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് ഈ ധന്വന്തരി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ ധന്വന്തരി ധന്വന്തരി ആയുർവേദ ഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ആശുപത്രി നടക്കുന്നുണ്ട്. ആയുർവേദ ആശുപത്രി, നല്ല കിടത്തി ചികിത്സയും ഒക്കെ വിശദമായിട്ടുള്ള അവിടെ വെച്ചിട്ടായിരുന്നു. അവിടെയാണ് ഈ 24 അടി ഉയരമുള്ള ധന്വന്തരി പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ 1-ാം വാർഷികമായിരുന്നു ഇന്നലെ. ഞങ്ങളെ സന്യാസിമാരെ 8 പേരെ വിളിച്ചു വരുത്തി സൽക്കരിച്ച് കുറച്ച് സത്സംഗമൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ തന്ന് യതിപൂജയൊക്കെ ചെയ്താൽ വിട്ട്. അപ്പോൾ അവിടെ ഈ പുസ്തകം ഇഷ്ടം പോലെ ഉണ്ട്. വേണ്ടവർക്ക് എന്നോട് പറഞ്ഞാലും മതി. ഞാൻ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അദ്ദേഹം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര വേണമെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നാൽ ഞാൻ അദ്ദേഹത്തിന് അത് പങ്കിട്ട് കൊടുക്കും. 100 രൂപയാണ് ബുക്കിൻ്റെ വില. നല്ല പുസ്തകമാണ്. ഇത് കാവാലം ശ്രീകുമാർ അതിൻ്റെ ഓഡിയോ അവൈലബിളാണ് യൂട്യൂബിൽ. കഴിഞ്ഞ കൊല്ലമാണ് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തത്. അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ ലിറിക്സ് അടക്കം എനിക്ക് അയച്ചു തരും, ചൊല്ലിയിട്ട് ശരിയായോ ചോദിക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അയച്ചു തന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഈ സ്തോത്രമായിട്ട് പരിചയപ്പെട്ടത്. ഞാനത് എന്നിട്ട് പിന്നീട് പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്, പല അമ്മമാർക്കും. അപ്പോൾ അദ്ദേഹം അത് നന്നായിട്ട് പാടിയിട്ടുണ്ട്, തെറ്റില്ലാതെ. അപ്പോഴാണ് ഞാൻ ഇതിനെ പരിചയപ്പെട്ടതും എനിക്കൊന്ന് വേണമെന്ന് ആഗ്രഹം തോന്നിയതും. ഇന്നലെ പോകുമ്പോൾ ഒന്ന് വേണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് പോയത്. എവിടെയെങ്കിലും അവിടെ പുസ്തക സ്റ്റാളുണ്ടെങ്കിൽ കിട്ടുമോ നോക്കണം എന്ന് വിചാരിച്ചാൽ പോയത്. അവിടെ പുസ്തക സ്റ്റാളൊന്നും ഇല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അവിടെ സ്വീകരണത്തിന് പോയപ്പോൾ ഇദ്ദേഹം നമുക്ക് ദക്ഷിണയും ഫലങ്ങളും ഒക്കെ കൂടിയിട്ട് ഒരു ഇതിൽ തന്നപ്പോൾ അതിൽ ഈ പുസ്തകമുണ്ട്. ഈശ്വരേച്ഛ അദ്ദേഹം തന്നെ വ്യാഖ്യാനിച്ച ഈ ഓരോ പുസ്തകം ഞങ്ങൾക്കൊക്കെ തന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് രാവിലെ വിചാരിച്ചേ ഉള്ളൂ, ഭഗവാൻ തന്നു. അപ്പോൾ വേണമെങ്കിൽ ഇതിന് 100 രൂപയുള്ളൂ. പിന്നെ പോസ്റ്റേജും വരും. അപ്പോൾ 150 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ അദ്ദേഹത്തിന് അഡ്രസ്സ് ഷെയർ ചെയ്ത് അദ്ദേഹം പോസ്റ്റലായിട്ട് അയച്ചു തരും. ഞാനൊരു 4-5 കോപ്പി അടിച്ചുകൊണ്ട് പോകുന്നു. അതെനിക്ക് അദ്ദേഹം തന്നതാണ് ഞാൻ ചോദിച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് അയച്ചു തരും.
ഇത് വേണമെങ്കിൽ ഒരു 2-3 ശ്ലോകങ്ങൾ അതിൻ്റെ വായിച്ച് കേൾപ്പിക്കാം രസകരമായിട്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ് നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ സംസ്കൃത ദേവനാഗരി ലിപിയിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം ദേവനാഗരി ലിപിയിലുണ്ട്, മലയാളത്തിലുമുണ്ട്. വായിക്കാൻ എളുപ്പത്തിന് ആദ്യം അർത്ഥസഹിതം വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പിന്നെ അർത്ഥമില്ലാതെ വെറുതെ ആ ശ്ലോകങ്ങൾ മാത്രം പാരായണത്തിന് എളുപ്പത്തിന് ക്രമത്തിൽ തന്നിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ധന്വന്തരി സ്തോത്ര പഞ്ചാശിക. നെല്ലുവായി ധന്വന്തരി സ്തോത്ര പഞ്ചാശിക. പഞ്ചാശിക എന്ന് പറഞ്ഞാൽ 50 ഉള്ളത്. ധന്വന്തരി സ്തോത്ര പഞ്ചാശിക. 2-3 ശ്ലോകങ്ങൾ വായിക്കാം. ശ്രീമദ്ധാന്യമുഖാലയേശ ഭഗവൻ കാമാനുരൂപാർത്ഥത സ്വാമിൻ സാമൃതകുംഭപാണികമല ശ്രീകാന്തധന്വന്തരേ ഹേമാലങ്കൃതദീപ്തകോമളതനോ ശ്യാമാഭിരാമദ്യുതേ സാമോദം തടിതുജ്വലംബുദനിബ അംബുദനിബ ത്രായസ്വമാം ആമയാത് ജംഭാരൗജരസാതുരേ ഖലു പുരാ ശാപേന ദുർവാസസഃ തച്ഛാന്ത്യൈ മധിദാത് സുരാസുരഗണൈർ ദുഗ്ധാംബുധേരുത്ഥിതഃ പീയൂഷം കലശേ വഹൻ കുലിശവൃത്താഭാവഹസ്ത്വം ഹരേ ശ്രീധന്വന്തരിരൂപ ധന്യജന സംസേവ്യ പ്രസീദ പ്രഭോ പൂർവം സർവസുപർവണാം അമൃതദാനേനാപഹത്യവ്യധാം മർത്യാനാം മധുനാശല ത്വമധുനാ പീഡാപഹത്यै പുനഃ വ്രീഹ്യാസ്യാഹ്വയമന്ദിരേത്ര മഹിതേ ധന്വന്തരേ രാജസേ തം ത്വാം അന്തരനന്ദമന്തരമൃതേ സഞ്ചിന്തയാമ്യന്വഹം വ്യാധിസ്യാദ്ദുരിതേന തേന ച ഭവദ്ഭക്തിർയദി സ്യാദൃഢാ സാ മുക്തിം ദിശതീതി ദുഷ്കൃതമപി ശ്രേയോ നിദാനം ഭവേത് ഭക്തിർമുക്തികരീ ജനസ്യ ജനിതാ കേനാപി വാ ഹേതുനാ തന്മേ ചിന്മയ ഭക്തവത്സല ഭവത്യാദൽ സ്വഭക്തിം പരാം ഹസ്താംഭോജ സമുദ്രദാമൃത ഭവത്രാസാന്മിതേഭ്യോ ഭവാൻ ഭക്തേഭ്യോ ദിശതി ക്ഷണാദമൃതം ഏതദ്യുക്തമേവ പ്രഭോ ചിത്രം തത്സദരാരി പങ്കജഗദോപി ത്വം നതാനാന്തരം നിശേഷാരിഗണാംശ്ച പങ്കജഗദാൻ യത് സംഹരസ്യ ശ്രമം. ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള 50 ശ്ലോകങ്ങളാണ്. വളരെ അർത്ഥഗംഭീരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. പാലാഴി മദനം കഥയൊക്കെ ഇതിൽ ഇടയിൽ വരുന്നു. ഭഗവാനെ ധാന്യമുഖാലയേശ, ശാലീമുഖാലയേശ, വ്രീഹിമുഖാലയേശ എന്നൊക്കെ പല സംബോധനകൾ കാണാം. ധാന്യമുഖം, അതാണ് നെല്ലുവായ്. മുഖമെന്നാൽ വായ, ധാന്യം അവിടെ നെല്ല്. ധാന്യമുഖാലയേശ, നെല്ലുവായീശ. ശാലീമുഖേശ, ശാലീമുഖ ആലയേശ. ശാലി എന്ന് പറഞ്ഞാൽ നെല്ലാണ്. ശാലീമുഖം നെല്ലുവായ. വ്രീഹിമുഖം എന്ന് പറഞ്ഞാലും, വ്രീഹി എന്ന് പറഞ്ഞാലും ധാന്യമാണ്, നെല്ലാണ്. അപ്പോൾ
മുഖം വായ, അപ്പോൾ വ്രീഹി മുഖം നെല്ലുവായ, ഇങ്ങനെ ഭഗവാനെ വിവിധ പേരുകളിൽ സംബോധന ചെയ്തുകൊണ്ട് ഭഗവാനെ സാക്ഷാൽ വിഷ്ണുവായി തന്നെ വിഷ്ണുവിൻ്റെ എല്ലാ ഭാവങ്ങളെയും സങ്കല്പിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഇതാണ്. വേണ്ടവർ പറഞ്ഞാൽ മതി, എനിക്ക് യാതൊരു നിർബന്ധമില്ല. പക്ഷെ നല്ലൊരു പുസ്തകം, നല്ല വ്യാഖ്യാനം കണ്ടപ്പോൾ എല്ലാവരോടും പറയണം തോന്നി. അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ഒരു മഹാത്മാവാണ് ഇവിടുത്തെ ഡോക്ടർ ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും ഒക്കെ ആയുർവേദ ഡോക്ടർമാരാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറാണ്. അവരും അവിടെ മുഴുകിയിരിക്കുക, ഇവിടുത്തെ കാര്യങ്ങളിൽ തന്നെ എപ്പോഴും കമ്മിറ്റഡാണ്. നല്ലൊരു അന്തരീക്ഷം, ചുറ്റും വയലും പാടങ്ങൾ, മനോഹരമായിട്ടുള്ള സ്ഥലം. ആ വഴിക്ക് പോകുമ്പോൾ ഗുരുവായൂർ കുന്നംകുളത്തുനിന്ന് അടുത്താണ്. ഗുരുവായൂരിൽ നിന്ന് 22 കിലോമീറ്റർ, കുന്നംകുളത്തുനിന്നൊരു 10 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ. വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ഉണ്ടാവും. വടക്കാഞ്ചേരി കുന്നംകുളം റോട്ടിലാണ്. ഓ ഹരിയോ, എല്ലാവർക്കും ശുഭരാത്രി.